ലോകരാജ്യങ്ങൾ തളരും, ഇന്ത്യ കുതിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ കൊല്ലം ലോകരാജ്യങ്ങൾ തളരും, ഇന്ത്യ കുതിക്കും. കാര്യകാരണങ്ങൾ നിരത്തിയാണ് IMFന്റെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. വരുന്ന സാമ്പത്തിക വർഷം ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച 3.3% മാത്രമായിരിക്കുമെന്ന് രാജ്യാന്തര നാണ്യനിധി IMF പറയുന്നു. 70% രാജ്യങ്ങൾക്കും ഈ വർഷം സാമ്പത്തികമായി കിതപ്പ് അനുഭവിക്കേണ്ടി വരുമെന്ന് IMF മുഖ്യ സാമ്പത്തിക ഉപദേശകയും മലയാളിയുമായ ഗീതാ ഗോപിനാഥ് വ്യക്തമാക്കി. എന്നാൽ ഇക്കൊല്ലവും അടുത്ത കൊല്ലവും ലോകത്തും ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതായിരിക്കുമെന്നും അവർ പറഞ്ഞു. നിക്ഷേപം വർദ്ധിക്കുന്നതും ഉപഭോഗം ഉയർന്നതുമാണ് ഇന്ത്യക്ക് അനുഗ്രഹമായത്. 7.3% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നിൽ 6.3% എന്ന സൂചികയോടെ ചൈനയുണ്ട്. സാമ്പത്തിക ഘടനാ പരിഷ്കരണങ്ങളും പൊതുകടം കുറയ്ക്കാനും ബാങ്കിംഗ് രംഗം ശുദ്ധീകരിക്കാനുമുള്ള ശ്രമങ്ങളും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നതായി IMF അവലോകന രേഖ പറയുന്നുണ്ട്. അതേസമയം യൂറോപ്പിൽ വളർച്ച ഇല്ലാതാകുമോ, നേരിയ തോതിൽ മാത്രമാകുമോ ചെയ്യും. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകുന്നത് ബ്രെക്സിറ്റ് സംബന്ധിച്ച് ആശയക്കുഴപ്പം ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും IMF പറയുന്നു. അമേരിക്ക ചൈനയുമായി നടത്തുന്നത് പോലെയുള്ള വ്യാപാര യുദ്ധങ്ങൾ തുടർന്നാൽ ആഗോള സാമ്പത്തിക വളർച്ച കുറയും. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട നിലയാണെന്നും അവർ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ വികസ്വര രാജ്യങ്ങൾ തളരും. കയറ്റുമതി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥകൾ പ്രതിസന്ധിയിലാകും. കടബാധ്യതയുള്ളവ കൂടുതൽ കെണിയിലാകും. US 1.9%, ജപ്പാൻ 0.5%, ജർമ്മനി 1.4%, സ്പെയിൻ 1.4% എന്നിങ്ങനെയാണ് അടുത്ത വർഷം വളരുകയെന്നും IMF വിശദീകരിക്കുന്നു. പ്രവാസി പണത്തിലും വിട്ടുകൊടുക്കാതെ ഇന്ത്യ ലോകത്ത് ഏറ്റവും അധികം പ്രവാസി പണം കിട്ടുന്ന രാജ്യമെന്ന പദവിയും നിലനിർത്തിയിട്ടുണ്ട്. 2018 $7,900 കോടി വിദേശ ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അയച്ചത്. തൊട്ട് മുൻകൊല്ലം $6,530 കോടി ആയിരുന്നു. കഴിഞ്ഞ വർഷം 14% വളർച്ചയുണ്ടാകാൻ കാരണം കേരളത്തിലെ പ്രളയമാണെന്ന് ലോകബാങ്ക് വിലയിരുത്തുന്നുണ്ട്. പ്രളയ ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ പ്രവാസികളായ ബന്ധുക്കൾ കൂടുതൽ പണം അയച്ചെന്നാണ് കണ്ടെത്തൽ. ഏതായാലും ഇന്ത്യ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ചൈനയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാമതായി എന്ന വാർത്ത വലിയ ചർച്ചയായി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തളരുമെന്നും ഇന്ത്യ കുതിക്കുമെന്നുമുള്ള റിപ്പോർട്ടുമായി ഇന്ത്യയുടെ വലിയ വിജയം സൂചിപ്പിച്ചുകൊണ്ട് ഇക്കൊല്ലം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ കുതിക്കുമെന്നും അതിൻ്റെ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ടും IMFന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്നുവെന്ന റിപ്പോർട്ട് എത്രത്തോളം ഗുണകരമാകും, അത് ആർക്കായിരിക്കും ഗുണകരമാവുക? മാത്രമല്ല, രാജ്യാന്തര നാണ്യനിധിയുടെ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 70% രാജ്യങ്ങൾക്കും വലിയ കിതപ്പ് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തും. കൃത്യമായി അത് പറഞ്ഞിരിക്കുന്നത് മുഖ്യ സാമ്പത്തിക ഉപദേശക IMFന്റെ മുഖ്യ സാമ്പത്തിക ഉപദേശകയും മലയാളിയുമായ ഗീതാ ഗോപിനാഥാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതാ ഗോപിനാഥ് ഇപ്പോൾ IMFന്റെ തലപ്പത്തിരുന്ന് പറയുകയാണ്, ഇന്ത്യ വലിയ മുന്നേറ്റം 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുകയറ്റമാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ കിതയ്ക്കുമ്പോൾ ഇന്ത്യ മുന്നോട്ട് പോകും എന്നാണ് IMF പറഞ്ഞിരിക്കുന്നത്.